പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും അവൻ നൽകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നേരിടുവാൻ കഴിയാത്ത ഒരു പരീക്ഷ തരാതെ വണ്ണം ഒരു പരീക്ഷയിൽ കൂടെ കടത്തിവിടുമ്പോൾ അതിനുള്ള പോക്കുവഴിയും നിയമിച്ചാക്കി വെക്കുന്നവനായ ഒരു ദൈവം, ഇത്ര മഹാനായ, സ്നേഹിക്കുന്ന, സർവശക്തനായ, നമ്മെ കരുതുന്ന ഒരു ദൈവം, സകല മനുഷ്യരും കൊള്ളാകുന്നവരായി തികഞ്ഞു വരേണ്ടതിന് ദൈവം നമ്മെ പരീക്ഷയിൽ കൂടെ കടത്തിവിടും. നിങ്ങൾ പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം കൊള്ളാകുന്നവരായി തികഞ്ഞു വന്ന ശേഷം നമുക്ക് ജീവകിരീടം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. എന്നാൽ പരീക്ഷ സഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസകരമായി തോന്നും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന വിശ്വാസത്തിന്റെ പരിശോധന അല്ല, പരീക്ഷയെന്ന് നാം പേർ പറയുന്ന ചില അസഹനീയമായ അവസ്ഥകൾ, അത് ധൈര്യപൂർവം പ്രാർത്ഥനയോടെ നേരിടുവാൻ തക്കവണ്ണം ഒരു ദൈവശക്തി പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പരീക്ഷ സഹിച്ചിട്ട് നിങ്ങൾ വല്ലാതെ വേദനപ്പെടുകയാണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം അങ്ങനെ നമ്മെ പരീക്ഷിക്കുന്നവനല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇയ്യോബ് എന്ന ഭക്തനായ ഒരു മനുഷ്യൻ തന്നെക്കുറിച്ച് അപവാദിയായ സാത്താൻ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോട് പറയുന്നു, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടല്ലയോ അവൻ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ വേലി ഒന്ന് പൊളിച്ചു കളയുക, അവൻ നിന്നെ തള്ളിപ്പറയും. എന്നാൽ ഇയ്യോബിനെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ടായിരുന്ന യഹോവയായ ദൈവം പറയുന്നു, എൻ്റെ ദാസനായ ഇയ്യോബ്, അവന്റെ പ്രാണനെ ഒഴികെ മറ്റുള്ളതെല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നിനക്കവനെ പരീക്ഷിക്കാം. അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ച് സകലതും നഷ്ടമായെങ്കിലും ആ പരീക്ഷ സഹിക്കുവാൻ ഉള്ള ദൈവകൃപ പ്രാപിച്ചെടുത്തുകൊണ്ട് ഇയ്യോബ് ദൈവസന്നിധിയിൽ തന്നെ നിൽക്കുവാനിടയായി തീർന്നു. എന്നാൽ പത്രോസ് എന്ന് പറയുന്ന ഒരു ദൈവപുരുഷനെയും നമുക്ക് കാണാം. സാത്താൻ പലവട്ടം ദൈവത്തോട്, യേശു കർത്താവിനോട് അനുവാദം ചോദിക്കുക, പത്രോസിനെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയുവാൻ അനുവാദം ചോദിച്ചു എന്ന് യേശു പറയുന്നു. എന്നാൽ യേശു പത്രോസിനെ വിട്ടുകൊടുത്തില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ ഇവർ തമ്മിലുള്ള വ്യത്യാസം? പത്രോസ് വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് മുമ്പേ, അഭിഷേകത്തിന്റെ ശക്തിയാലുള്ള ധൈര്യം പ്രാപിക്കുന്നതിന് മുമ്പേ സാത്താൻ പരീക്ഷിക്കുവാൻ അവനെ വിട്ടുകൊടുത്താൽ ഒരുപക്ഷെങ്കിൽ അവൻ തകർന്നു പോകുമെന്ന് യേശുവിനറിയാം. അതുകൊണ്ട് ഒരിക്കലും പത്രോസിനെ ആ സമയത്ത് ഒരു പരീക്ഷയ്ക്കായി ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇന്ന് രാവിലെ സമയം നമ്മെ ആത്മാവിൽ ശക്തരാക്കേണ്ടതിന്, വിശ്വാസത്തിൽ ധൈര്യമുള്ളവരാക്കേണ്ടതിന്, വിശ്വാസത്തിന്റെ പരിശോധന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരും. അതിനെ ധൈര്യപൂർവം നേരിടുവാനുള്ള ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആകയാൽ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് തന്ന് നമ്മെ തകർത്തു കളയുന്ന ഒരു ദൈവത്തെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ യേശു നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഏതൊരു വ്യക്തിയെയും കൊള്ളാകുന്നവനാണോ എന്ന് നോക്കേണ്ടതിനൊരു പരീക്ഷയിൽ കൂടെ കടത്തിവിടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു ചെറിയ പരീക്ഷയിൽ കൂടെ നാം കടന്നു പോകുന്നു എന്ന് വിചാരിച്ചാൽ ദൈവാത്മാവിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. ഈ പരീക്ഷ ജയിച്ച് നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കാലുകുത്തും. അതുകൊണ്ട് ഈ പരീക്ഷയെ നേരിടുവാൻ തക്കവണ്ണം നിരാശപ്പെട്ടു പോകേണ്ട. ദൈവവചനത്തിലും കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ വചനത്തിലും ധൈര്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പരീക്ഷയെ നേരിടും, ദൈവം എന്നെ ജയിപ്പിക്കും, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ നിറയപ്പെട്ട് അത്യന്തം ശക്തിയോടെ അതിധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പാഞ്ഞു എന്ന് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.